ജാമ്യത്തിലിറങ്ങിയ ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊന്നു. ജിം സന്തോഷ് വധക്കേസ് പ്രതി അലുവ അതുലാണ് കൊല്ലപ്പെട്ടത്. ജാമ്യത്തിലിറങ്ങി സ്റ്റേഷനിൽ എത്തിയ ശേഷം മടങ്ങിപ്പോകുമ്പോഴായിരുന്നു അക്രമം. രാജ്കുമാർ വിവരങ്ങളുമായി ചേരുകയാണ് ഞങ്ങളുടെ പ്രതിനിധി. രാജ്കുമാർ, എന്തൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ? അജിംഷാദ്, കൃത്യം പറഞ്ഞാൽ 11 മാസം മുമ്പ് ഈ ജിം സന്തോഷിനെ വീട്ടിൽ കയറി ഒരു സംഘം ഗുണ്ടകൾ, ജിം സന്തോഷ് ഉൾപ്പെടെ പല കേസുകളിലും പ്രതിയാണ്. ഈ ഗുണ്ടകൾ തമ്മിലുള്ള വൈരാഗ്യം, ആ വൈരാഗ്യവും അതിന്റെ പിന്നിലെ കൊട്ടേഷൻ കഥകളൊക്കെ അന്നേ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അന്ന് അമ്മയുടെ മുമ്പിൽ വെച്ച്, സ്വന്തം അമ്മയുടെ മുമ്പിൽ വെച്ച് അവിടെ ബോംബെറിഞ്ഞു. ഈ ജിം സന്തോഷ് കിടക്കുന്ന മുറിയിലേക്ക് ഇവർ എരച്ചു കയറി കഥക് മഴുവും മറ്റും ഉപയോഗിച്ച് തകർത്തകത്ത് കയറി അവിടെ ബോംബ് സ്ഫോടനം നടത്തി. അതിനുശേഷം ഇയാളെ തലങ്ങും വിലങ്ങും വെട്ടുകയായിരുന്നു. പക്ഷേ ജിം സന്തോഷ് കൊല്ലപ്പെടുകയും ചെയ്തു. ഈ അമ്മ ഇതിനെല്ലാം സാക്ഷിയായിരുന്നു. ഈ അമ്മയുടെ അഭിമുഖം ഉൾപ്പെടെ നമ്മുടെ കയ്യിൽ അന്ന് നമ്മൾ അത് നൽകിയിരുന്നതാണ്. അവരിതിന് നേർസാക്ഷ്യം വഹിച്ചതാണ്. ഇപ്പോൾ കൃത്യം ഈ 11 മാസം പിന്നിടുമ്പോൾ ഇന്ന് രാവിലെ 11 മണിക്ക് കരുനാഗപ്പള്ളി പുതിയ കാവിന് സമീപം അവിടെ ഒരു പെട്രോൾ പമ്പിന്റെ അടുത്തായി ഇത് കടന്നു പോകുമ്പോൾ ഇയാൾ ഒരു നീല കാറിൽ പോകുന്നു. ഹരിയാന രജിസ്ട്രേഷനുള്ള മറ്റൊരു വലിയ കാറിൽ ഈ സംഘം എത്തി. കയ്യിൽ നമുക്ക് കാണാം ആ CCTV ദൃശ്യങ്ങളിൽ അതില് മഴുവും അതുപോലെ വടിവാള് ഉൾപ്പെടെയുള്ള വാളും മറ്റുമുണ്ട്. അതുപയോഗിച്ച് ആ പട്ടാപ്പകൽ ഇന്നിപ്പോ രാവിലെ 11 മണിക്ക് ഈ വണ്ടി ഇടിച്ച് ഈ കാറ് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന കുഴിയിലേക്ക് ഇടിച്ച് തെറിപ്പിച്ച ശേഷം ഇവര് നടു റോഡിൽ വണ്ടി നിർത്തി ഈ സംഘം ഇറങ്ങി അതിക്രൂരമായി ജിം സന്തോഷിനെ ആലുവ അതുലിനെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ആ ഗുരുതരമായി പരിക്കേറ്റ അതുലിനെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇത് ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായി കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഗുണ്ടാപ്പകയുടെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ഇപ്പോൾ ഈ പറയുന്ന ആലുവ അതുൽ. ഇവര് ഈ ആലുവ, അതായത് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി, ആലുവയല്ലല്ലോ, അലുവ അതുൽ എന്ന് തന്നെയല്ലേ? അതെ. ഈ 2 പേരിലും ഇയാൾ അറിയപ്പെടുന്നുണ്ട്. ഇതില് ഈ അതുല് വയനകം സ്വദേശിയാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇതില് ഈ സംഘത്തിനകത്തുള്ള അന്ന് ഈ ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിലെ 4 പ്രതികൾ, ഈ 4 പ്രതികൾ MDMA കേസ്, കാപ്പ കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു. ഇവരെല്ലാം കൊട്ടേഷൻ സംഘങ്ങളാണ് എന്നാണ് നമുക്ക് പോലീസ് നൽകിയ വിവരം. അതനുസരിച്ച് നിരവധി പേര് പോലീസ് കസ്റ്റഡിക്ക് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇയാൾ ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ട്. ഈ ജാമ്യ വ്യവസ്ഥ അനുസരിച്ച് സ്റ്റേഷനിലെത്തി ഒപ്പിട്ട് പോകണമെന്നുള്ള വ്യവസ്ഥ പ്രകാരം ഇയാൾ സ്റ്റേഷനിൽ വന്ന് ഒപ്പിട്ടതിന്റെ എപ്പോഴൊക്കെ വരുമെന്നുള്ളത് ഇവർ സ്കെച്ച് ചെയ്ത് അതനുസരിച്ച് തന്നെ നേരെ മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാൻ അനുസരിച്ച് തന്നെയാണ് ഈ ഗുണ്ടാ സംഘം ഇയാളെ ഇപ്പോൾ അതിക്രൂരമായി വെട്ടി കൊലപ്പെടുത്തിയത്. അജിംഷാദ്, അതായത് അതിന്റെ ദൃശ്യങ്ങൾ വന്നു, അത് കണ്ടു. അതായത് കാറിൽ ഒപ്പിട്ടതിന് ശേഷം കാറിൽ പോകുമ്പോൾ കാർ ആക്സിഡന്റിൽ പെടുത്തിയതിന് ശേഷമാണ് ഈ അലുവ അതുലിനെ വെട്ടിക്കൊന്നിരിക്കുന്നത് അല്ലേ? ദൃശ്യങ്ങൾ കാണുമ്പോൾ അങ്ങനെയാണ്. അതെ. അലുവ അതിൽ സഞ്ചരിച്ചത് ഒരു നീല കാറാണ്. ആ കാറിന് ഇവർ വന്ന ഈ അക്രമി സംഘം, ഗുണ്ടാ സംഘം വന്ന കാറ് കൊണ്ട് ഈ കാറിലേക്ക് ഇടിച്ചു തെറിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഈ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന താഴ്ചയിലേക്ക് ഈ കാറ് പോയി. ആ സമയത്ത് ഉടൻ തന്നെ ഇവര് നടുറോഡിൽ വണ്ടി നിർത്തി. ഈ സിനിമയിലേക്ക് നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളൂ, അതുപോലെ ആ നടുറോഡിൽ വണ്ടി നിർത്തി ഇവര് കയ്യിൽ ആയുധങ്ങളുമായി നേരെ പോയി ഈ കാറിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് വീണ ഈ അതുലിനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നതാണ് ആ CCTV ദൃശ്യങ്ങളിലുള്ളത്. അതായത് കൃത്രിമമായി അപകടമുണ്ടാക്കി അതിനുശേഷം തെറിച്ചു വീണ അലുവ അതുലിനെ വെട്ടിക്കൊല്ലുകയായിരുന്നു. അതും ജാമ്യത്തിലിറങ്ങിയ പ്രതിയാണ്. മാത്രമല്ല ഈ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും അടിപിടിയുമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കൂടി കലാശിക്കുന്നത്. ഇത് കൃത്യം നടന്നത് എവിടെയാണ്? കൃത്യമായി ദേശീയപാതയിൽ ഇത് കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ പോയി മടങ്ങുമ്പോഴാണ് ഈ സംഭവം. കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ നിന്ന് പുതിയ കാവിന് അടുത്ത് ഒരു സ്വകാര്യ പമ്പുണ്ട്, നയാറ പമ്പുണ്ട്. ആ പമ്പിന്റെ അടുത്ത് ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് അയാൾ അതുവഴി വരുമ്പോൾ പിന്നാലെ ചേസ് ചെയ്ത് വന്ന ഈ കാറിലേക്ക് ഇടിക്കുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിന്റെ വലതുഭാഗത്തേക്ക് ഈ കാറ് താഴോട്ട് പോകുന്നു. അവിടെ ഇടിച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് പുറത്തേക്ക് വീണ ഈ അതുലിനെ ഈ പുറകിൽ വന്ന ഈ ഗുണ്ടാ സംഘം കാറിലെത്തിയ, ഹരിയാന രജിസ്ട്രേഷനുള്ള കാറിലെത്തിയ സംഘം ഈ വാളുമൊക്കെ ആയിട്ട് പുറത്തേക്ക് വരുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അത് ഉപയോഗിച്ചിട്ടാണ് ആക്രമിച്ചതും ഈ കൊലപ്പെടുത്തിയത്.